എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴയിലുള്ള ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. പെരുന്നാൾ അനുബന്ധിച്ച് കുറേയേറെ കളക്ഷൻസ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് മോതിരങ്ങളുടെ കളക്ഷനാണ്. അപ്പോൾ റിങ്സ് എന്ന് പറയുന്നത് എന്തായാലും പെൺപിള്ളേരുടെ ഒരു വീക്ക്നെസ് ആണല്ലേ. സോ തീർച്ചയായിട്ടും കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ ഗ്രാംസിലൊക്കെ തന്നെ ലൈറ്റ് വെയ്റ്റിൽ തന്നെ നമുക്ക് നല്ല റിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. സോ അങ്ങനെ കുറച്ച് കളക്ഷനാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മളുടെ ചേർത്തലയിലെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിങ്സിൻ്റെ കളക്ഷനാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. സോ അപ്പം നമുക്കിവിടെ സ്റ്റാർട്ടിങ് വരുന്നത് 300 മില്ലി തൊട്ടുള്ള റിങ്സ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പം നമ്മളുടെ കളക്ഷനിൽ 300 മില്ലി തൊട്ടുള്ളതാണ് അവൈലബിൾ. സോ അതാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ചേട്ടൻ പറഞ്ഞുതരും. നമുക്ക് 250 മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. 300 മില്ലി അല്ല, 250 മില്ലി തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. 280 അല്ലേ? 250 മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഓരോന്നിൻ്റെയും എങ്ങനെയാണെന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ ഓരോ ബഡ്ജറ്റ് അനുസരിച്ചാണെങ്കിലും ഇപ്പം നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്നതാണെങ്കിലും ഈ 300-500 മില്ലി വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷെ അതിൽ പൊലിമ കൂടുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതല്ലാതെ കമ്പി മോഡലായിട്ടുള്ള ആ മോഡലിനൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല. അതെ, ഈ കല്ലൊക്കെ വെച്ചതാണെങ്കിലും നമ്മൾ ആ ഒരു കുറഞ്ഞ ഇതിൽ കൊടുക്കും. അതെ അതെ, ഇപ്പോൾ ആ കല്ലുള്ളത് തന്നെയാണ് 1 ഗ്രാം സംതിങ് വരുന്നുള്ളൂ. 210 അല്ലേ? അതെ, ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അതായത് കൊച്ചു കുട്ടികൾക്ക് തൊട്ടുള്ള കളക്ഷൻ നമുക്കിവിടെ ഉണ്ട്. സോ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മോഡലിലാണ് ചെയ്തേക്കുന്നതൊക്കെ തന്നെ. എന്നിട്ട് നല്ല വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ അപ്പോൾ കുറച്ച് കളക്ഷൻസാണ് ഇത്. അപ്പോൾ ഇതൊന്ന് കണ്ടെടുക്കും കേട്ടോ. സോ അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സൂഫി അല്ലേ? സൂഫിയുടെ ഇത് എത്രയാണ് വരുന്നത്? അതിന്റെ വെയിറ്റ് വരുന്നത് 2420 ആണ്. പക്ഷെ വെയിറ്റ് അതിൽ ലെസ്സും ഉണ്ട്. അതെ അതെ. പിന്നെ അത് മാത്രമല്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന. അതെ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് സാധാരണ പണ്ട് തൊട്ട് നമ്മൾ കാണുന്ന കുറച്ച് മോഡൽസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് കല്ലൊക്കെ വെച്ചിട്ട് മോൾഡ് ചെയ്തേക്കുന്ന റിങ് ഉണ്ട്. സോ എന്തായാലും കുറച്ച് വെയിറ്റ് വരുന്ന ടൈപ്പാണ് തോന്നുന്നത് അല്ലേ? കുറച്ച് പൊലിമയുണ്ട് അല്ലേ ഇതിന്? വെയിറ്റ് വരുന്നതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് ഒക്കെ വെയിറ്റ് വരുന്നത് 2 ഗ്രാമിലൊക്കെ വരുന്ന ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ. ഇതൊക്കെയോ? അതെല്ലാം 1 ഗ്രാമേ വരുന്നുള്ളൂ. 1 ഗ്രാം ആണെങ്കിലും അത്യാവശ്യം നല്ല പൊലിമയിലാണ്. 960 മില്ലി. 960 മില്ലി ഇതുള്ളൂ. പേരെന്തായിരുന്നു? ശിവദാസൻ. ഓക്കെ, അപ്പോൾ എവിടെ വീട്? ഇവിടെ തന്നെയാണോ? ചേർത്തല തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ പറ്റി എങ്ങനെയാണ് അറിയുന്നത്? നല്ല അഭിപ്രായമാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റ് വെയിറ്റ് ഗോൾഡിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ബാക്കിയുള്ള കടകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? എന്താണ് നല്ല അഭിപ്രായമുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഹലോ, പേരെന്തായിരുന്നു? എൻ്റെ പേര് ഐഷ. ഓക്കെ, ഇവിടെ തന്നെയാണോ വീട്? ഇവിടെയല്ല, എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. അല്ലേ? അപ്പോൾ അവിടുന്ന് ഇവിടെ വരെ വന്നേക്കാണല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ പറ്റി അറിഞ്ഞത്? ഹാപ്പി ഗോൾഡിനെ കുറിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അവരെല്ലാവരും സ്വർണം മേടിച്ചത് ഇവിടെ നിന്നാണ്. നല്ല പൊലിമയുള്ള സ്വർണം, പക്ഷേ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നെ എനിക്ക് നല്ല ഫേമസായ ജുവല്ലറികളിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് ധനനഷ്ടമൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ സുഹൃത്തുക്കളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷകരമായ ഒരവസ്ഥയാണ് ഇവരെല്ലാം കേട്ടപ്പോൾ ഉണ്ടായത്. കാരണം സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന വില, പിന്നെ പൊലിമയുള്ള ആഭരണങ്ങൾ, അങ്ങനെയെല്ലാം നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ പർച്ചേസ് എൻഗേജ്മെന്റ് പർച്ചേസ് ആണല്ലേ? എൻഗേജ്മെന്റിനാണ്, വിവാഹത്തിനല്ല, ഒരു ചടങ്ങിനാണ്, എൻഗേജ്മെന്റ് ഉറപ്പിക്കൽ ചടങ്ങിന് വേണ്ടി. ഓക്കെ, അപ്പം നോക്കിയപ്പോൾ എങ്ങനെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫേമസ് ആയിട്ട് ഇവിടെ ഉള്ളത്. സോ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ? എനിക്കിഷ്ടം. എൻ്റെ മോള് അഡ്വക്കേറ്റ് ആണ്. അവർക്ക് കുറച്ച് അവളുടേതായ കൊല്ല തീരുമാനങ്ങളുള്ള സ്വർണ്ണത്തിനോട് അങ്ങനെ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ അവളുടെ അഭിപ്രായം കൂടി ഉണ്ടായിരുന്നു എനിക്ക് ഹാപ്പി ഗോൾഡ്
ഇവിടെ എടുത്തത്. അവളുടെ സുഹൃത്തുക്കളും കൂടി പറഞ്ഞതിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അവളുടെ തീരുമാനം അനുസരിച്ച് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറീസ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പർച്ചേസിംഗ് ഒക്കെ നടക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. ഇന്നത്തെ ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ കളക്ഷൻസ് നമ്മളിവിടെ കണ്ടല്ലേ. സോ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ബൈ.